ഇനി നമുക്ക് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളുടെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ആദ്യമായൊരു 3 പ്രോപ്പർട്ടി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് വിശദീകരിക്കാം. ആദ്യത്തെ പ്രോപ്പർട്ടി നമുക്കറിയാവുന്നതാണ്, എങ്കിൽ കൂടി ഒരു പ്രാവശ്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് ആദ്യത്തെ പ്രോപ്പർട്ടി എന്നുള്ളത്. വെൻ എ paramagnetic substance is placed external in a external magnetic field, it develops a feeble magnetism in the direction of applied field. നമ്മളൊരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എക്സ്റ്റേണലായിട്ട് ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ വളരെ ചെറിയ ഒരു മാഗ്നറ്റിസം ഡെവലപ്പ് ചെയ്യും. ആ ഡെവലപ്പ് ചെയ്ത മാഗ്നറ്റിസത്തിൻ്റെ ഡയറക്ഷൻ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് സെയിം ആയിരിക്കും. അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തേത് നോക്കാം. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്ലൈറ്റ്ലി അട്രാക്റ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ റിപ്പൽ ചെയ്യപ്പെടും. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അത് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ റിപ്പൽ ചെയ്യും. ആര്? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ. ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളാണ്. അവർ ചെറിയ ഒരു മാഗ്നറ്റിസമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പുറമേ കൂടി പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളെ ചെറിയ രീതിയിൽ അട്രാക്റ്റ് ചെയ്യപ്പെടും. നോക്കുക, ഒരല്പം ഉള്ളിലേക്ക് ബെൻഡ് ചെയ്തിട്ടാണ് ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളെ വരച്ചിരിക്കുന്നത്. അതായത് വളരെ ചെറിയ രീതിയിൽ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഞാനൊരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ചെറിയ രീതിയിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അട്രാക്റ്റ് ചെയ്യപ്പെടും. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി, എ paramagnetic substance moves from weaker to the stronger parts of the field. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്ക് നേരെ ഓപ്പോസിറ്റ്. ഞാനൊരു നോർത്ത് പോളും സൗത്ത് പോളുമുള്ള 2 ബാർ മാഗ്നറ്റുകൾ എടുത്തിട്ടുണ്ട്. അതിൽ ഇത് സൗത്ത് പോളാണ്, ഇത് നോർത്ത് പോളാണ്. ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ ഞാനൊരു ജസ്റ്റ് പോയിന്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഭാഗങ്ങളിൽ സ്ട്രോങ്ങർ ഫീൽഡ് ആയിരിക്കും. അതായത് പോളുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളിൽ സ്ട്രോങ്ങർ ഫീൽഡ് ആയിരിക്കും. ഇതിൻ്റെ സെൻറ്ററിൽ വീക്കർ ഫീൽഡ് ആയിരിക്കും. നമ്മൾ ഈ ഒരു വാച്ച് ഗ്ലാസിൻ്റെ ഉള്ളിൽ ഒരു പാരാമാഗ്നറ്റിക് ലിക്വിഡിനെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ലിക്വിഡ് എങ്ങോട്ട് പോകും? 2 സ്ട്രോങ്ങർ ഫീൽഡുകളിലേക്കും പോകും. ഓക്കെ, അതായത് ഏകദേശം ഒരു ഡംബൽ ഷേപ്പിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പാരാമാഗ്നറ്റിക് ലിക്വിഡിനെ കാണാനായിട്ട് സാധിക്കുക. കാരണം ഇതാണ്, ഈ ലിക്വിഡ് പാരാമാഗ്നറ്റിക് ലിക്വിഡാണ്. 2 സൈഡിലേക്കും, അതായത് സെൻറ്ററിലാണ് വീക്കർ ഫീൽഡ്, 2 എൻഡുകളിൽ സ്ട്രോങ്ങർ ഫീൽഡാണ്. പാരാമാഗ്നറ്റിക് ലിക്വിഡിൻ്റെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ സ്വഭാവം അനുസരിച്ച് വീക്കർ ഫീൽഡിൽ നിന്ന്, അതായത് സെൻറ്ററിൽ നിന്ന് സ്ട്രോങ്ങർ ഫീൽഡിലേക്ക് പോകാനാണ് അവർക്ക് താല്പര്യം. അതായത് ഈ രീതിയിലായിരിക്കും പാരാമാഗ്നറ്റിക് ലിക്വിഡ് ഓറിയൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ്. ഫോർത്ത് പ്രോപ്പർട്ടി, ദ സസെപ്റ്റബിലിറ്റി ഓഫ് paramagnetic materials are small but positive. സസെപ്റ്റബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈയാണ്, കൈയുടെ വാല്യൂ. അതായത് ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ കൈ എന്ന് പറയുന്ന സസെപ്റ്റബിലിറ്റിയുടെ വാല്യൂ ചെറുതാണ്, പക്ഷേ അത് പോസിറ്റീവാണ്. ഇനി 5ാമത്തെ പ്രോപ്പർട്ടി നോക്കാം. ദ റിലേറ്റീവ് പെർമിയബിലിറ്റി, അതായത് μr, റിലേറ്റീവ് പെർമിയബിലിറ്റി for a paramagnetic material has a value slightly greater than 1. അതായത് ഒന്നിനേക്കാളും ഒരല്പം വലുതായിരിക്കും ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി. 1നേക്കാൾ ഒരല്പം വലുതായിരിക്കും, അത്രയേ പറയുന്നുള്ളൂ. ഇനി 6th പ്രോപ്പർട്ടി, ദ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഓഫ് എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ വാരീസ് ഇൻവേഴ്സ്ലി ആസ് ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി, അതായത് കൈ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറുമായി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. തൊട്ട് മുമ്പേ നമ്മൾ ക്യൂരീസ് ലോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് കൈ ഈസ് ഈക്വൽ ടു C/T ഓർ കൈ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/T. ഇത് ക്യൂരീസ് ലോയുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റാണ്. ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി അബ്സല്യൂട്ട് ടെമ്പറേച്ചറുമായി
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കാം. 7th പ്രോപ്പർട്ടിയാണ്. ആസ് സൂൺ ആസ് ദ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഈസ് റിമൂവ്ഡ് എ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ലോസസ് ഇറ്റ്സ് മാഗ്നറ്റിസം. ഇതൊരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. ഞാനൊരു മാഗ്നറ്റൈസിങ് ഫീൽഡ് അപ്ലൈ ചെയ്തു. ഇത് മാഗ്നറ്റായിട്ട് മാറി. ഞാൻ ആ മാഗ്നറ്റൈസിങ് ഫീൽഡ് റിമൂവ് ചെയ്തു. ആ നിമിഷം തന്നെ ഇത് ഡെവലപ്പ് ചെയ്ത മാഗ്നറ്റിസം അതിന് നഷ്ടപ്പെടും. അത്രയേ ഉള്ളൂ നമ്മുടെ 7ാമത്തെ പ്രോപ്പർട്ടി. ആസ് സൂൺ ആസ് ദ മാഗ്നറ്റൈസിങ് ഫീൽഡ് ഈസ് റിമൂവ്ഡ്. എപ്പോഴാണോ നിങ്ങൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് റിമൂവ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഈ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഡീമാഗ്നറ്റൈസ് ചെയ്യും. അതായത് അതിൻ്റെ മാഗ്നറ്റിസം അതിന് നഷ്ടപ്പെടും. 8ാമത്തെ പ്രോപ്പർട്ടി നോക്കാം. ഫോർ എ ഗിവൺ ടെമ്പറേച്ചർ ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, അതായത് ക്യാപിറ്റൽ എം ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നറ്റൈസിങ് ഫീൽഡ് ക്യാപിറ്റൽ എച്ച്. ഇത് നമുക്ക് അറിയാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ക്യാപിറ്റൽ എം, അത് നമ്മുടെ മാഗ്നറ്റൈസിങ് ഫീൽഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി അടുത്തത്, ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് സോളിഡ്, ലിക്വിഡ് ഓർ എ ഗ്യാസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളിൽ നമ്മളൊരു പ്രോപ്പർട്ടി പറഞ്ഞിരുന്നു. ഒരു മെറ്റീരിയൽ അത് സോളിഡ് ആയിക്കോട്ടെ, ലിക്വിഡ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഗ്യാസ് ആയിക്കോട്ടെ, അതിന് വേണമെങ്കിൽ എന്ത് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യാം? ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. അതേപോലെ തന്നെയാണ് ഇവിടെ ഒരു സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു മെറ്റീരിയലിന്, ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു മെറ്റീരിയലിന്, അതുമല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു മെറ്റീരിയലിന് വേണമെങ്കിൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ പറയാനുള്ളത്. ഏകദേശം 9 പ്രോപ്പർട്ടിയോളം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.